ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് മീൻ തലക്കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഏട്ടമീൻ്റെ തലയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതിൽ വെള്ളേട്ടയുടെ തല കേട്ടോ. ശരിക്കും മീനുകളിൽ ഏട്ടയുടെ തലയാണ് തലക്കറിക്കായിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് തലക്കറി ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീഞ്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചീഞ്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള കുറച്ച് ചുവന്നുള്ളിയും അതുപോലെ തന്നെ ഒരു വലിയ ഉണ്ട വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ഒപ്പം തന്നെ ഇതിലേക്ക് 4 പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നല്ല പോലെ ഇളക്കി കൊടുക്കുക. ഈ വെളുത്തുള്ളിയിലെല്ലാം പച്ചമണം മാറി വരണം. അപ്പോൾ അതുവരെ ഇത് ഇളക്കി കൊടുക്കാം കേട്ടോ. വെളുത്തുള്ളി അല്ലാതെ മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ചുവന്നുള്ളിയും നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് ഇളക്കി കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, അപ്പോൾ പൊടികളല്ലാതെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള 2 വലിയ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഒരു മീഡിയം സൈസ് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഈ തക്കാളിയൊക്കെ വെന്ത് ഉടഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ അതുവരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ള തക്കാളി അല്ലാതെ നല്ലപോലെ വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള ഏടത്തല ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ടിത് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ടിത് വീണ്ടും ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇടത്തല നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 3 കപ്പ് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ടിത് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നല്ല ചൂടുവെള്ളത്തിൽ കുതിർക്കാനിട്ട കുടംപുളി ഉണ്ട് കടല്. ഇത് ഞാൻ കറി വെക്കുന്നതിന് മുന്നേ കുതിർക്കാട്ടാണ് കേട്ടോ. അപ്പോൾ ആ വെള്ളവും ആ കുടംപുളിയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ കായ് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഈ ഏട്ടത്തലയോടൊപ്പം കായ് ഇട്ടാണ് കറി വയ്ക്കുന്നത്. അപ്പോൾ 3 നേന്ത്രക്കായ തൊലി കളഞ്ഞിട്ട് മഞ്ഞൾ വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കഷ്ണങ്ങളാക്കിയിട്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. നമ്മുടെ കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അവിടെ നമ്മൾ നല്ല തിളച്ച വെള്ളമല്ല ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ തിളച്ച് വരും. ഇനി ഇത് അടച്ചു വെച്ചിട്ട് വേവിക്കാനായിട്ട് നോക്കാം കേട്ടോ. ഇത് വേവുന്ന നേരം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വെളിച്ചെണ്ണ ചൂടായി വരട്ടെ. ഇതിലേക്ക് 1 മുറി നാളികേരം ചെറുകിയത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഈ നാളികേരെല്ലാം വറുത്തെടുക്കണം. അപ്പോൾ അതുവരെ നമുക്കിത് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ.
നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ഈ വെള്ളം എല്ലാതും വറ്റി ഒരു കുഴമ്പ് രൂപത്തിലായി വരണം. അപ്പോഴാണ് നമ്മുടെ തലക്കറി റെഡി ആവുള്ളൂ. പിന്നെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള കായും മീനും വെന്ത് വരണ്ടേ. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് വീണ്ടും മൂടി വെച്ച് വേവിക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ നാളികേരമായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട് നോക്കാം. ഫ്ലെയിം ഓഫ് ചെയ്താലും ഒരു 5 മിനിറ്റ് ഇതുപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊരു പ്ലേറ്റിലേക്ക് പകർത്താം. ഇതിൻ്റെ ചൂടാറിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ ഫൈനായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇതിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ള വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഏകദേശം നമ്മുടെ തലക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള നാളികേരത്തിൻ്റെ അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉണ്ടല്ലേ, നല്ലപോലെ ഫൈനായിട്ട് അരച്ചെടുത്താൽ ഒന്നുകൂടിയും ടേസ്റ്റ് കൂടും. ഇല്ലെങ്കിൽ നാളികേരം ഇങ്ങനെ കടിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നല്ലപോലെ ഫൈനായിട്ട് അരച്ചെടുക്കാനായിട്ട് പറയുന്നത്. ഇനി ഈ നാളികേരത്തിൻ്റെ അരപ്പ് മൊത്തം മിക്സിയിൽ ചേർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ട് ഒന്ന് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടിത് വീണ്ടും ഇളക്കി കൊടുക്കാം. അപ്പോൾ നാളികേരത്തിൻ്റെ അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിൽ ഇട്ട് കൊടുത്തിട്ടുള്ള ഉപ്പിൻ്റെ അളവെല്ലാം കറക്റ്റിലായി നോക്കുക. ഞാൻ നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് വീണ്ടും ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ തലക്കറി റെഡി ആയിട്ടുണ്ട്. ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞ പോലെ ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കണം. കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള തലക്കറിയാണ്. ശരിക്കും മീൻ തലക്കറി എന്ന് പറയുകയാണെങ്കിൽ അത് ഏട്ടത്തലയുടെ കറിയാണ്. അത്രയും ടേസ്റ്റാണ് ഈ കായും ഏട്ടത്തലയും. അതുപോലെ തന്നെ നമ്മൾ ഈ ഏട്ടയൊക്കെ വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഏട്ടയിൽ തന്നെ 2 തരം ഏട്ടയുണ്ട്, ചുവന്ന ഏട്ടയും വെള്ള ഏട്ടയും. അതിൽ കൂടുതൽ കഴിക്കാനായിട്ട് ടേസ്റ്റ് ഉണ്ടാവുക എപ്പോഴും വെള്ള ഏട്ടയുടെ തലക്കറി ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് വാങ്ങുമ്പോൾ നമ്മൾ ഏട്ട വാങ്ങുമ്പോൾ അത് ചോദിച്ച് വാങ്ങണം. ഇല്ലെങ്കിൽ നമ്മൾ അറിയാണ്ട് ചുവന്നേട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല. നല്ലൊരു മീൻകൂത്തുണ്ടാവും ചുവന്നേട്ടയ്ക്ക്. വെള്ളേട്ടയ്ക്ക് ആകുമ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ അത് നോക്കിയിട്ട് വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ തലക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.